ഓം സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാതിമൃഗ്യ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നെനിക്ക് നല്ല തൊണ്ടനമ്പലം ഇന്നലെ 2 ദിവസം കൊണ്ടേ ഉണ്ട്. ഇവിടെ നല്ല ചൂടാണ്, വിയർപ്പുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തൊണ്ടമ്പലം സൗണ്ട് അടപ്പൊക്കെ ഉണ്ടാകും. എന്നാലും വെക്കുന്നത് പോലൊക്കെ വായിക്കാം മക്കളെ. എല്ലാവരും എന്താ പറയുക, ഗീത നായർ, ജയ അനിൽ, വിജി ബിജു, ജഗദമ്മ, പ്രസന്ന, രാധാ ശിവാനന്ദൻ, ശ്രീല, രുക്മിണി മോഹൻ, നിർമ്മല രമേഷ്, വത്സല ചെല്ലപ്പൻ, എല്ലാ മക്കൾക്കും ഈശ്വര കൃപയുണ്ടാകണം ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയും ഉണ്ടാകണം. ഈ ഭാഗവതം വായിക്കുന്ന എല്ലാ മക്കൾക്കും പോരാതെ സർവ്വജീവജാലങ്ങളും ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇവിടെ ജാതിമത ഭേദമന്യേ എല്ലാ ലോകത്തുള്ള സർവ്വ സൃഷ്ടിയും ഈശ്വരൻ്റെയാണ്. നമ്മളെല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കണം. അതിൽ എന്താന്ന് വെച്ചാൽ ഈ ഒരു പുൽക്കൊടി തൊട്ട് ബ്രഹ്മാവ് വരെ ഇതെല്ലാം പരമാത്മാവിൻ്റെ സന്തതികളാണ്. അപ്പോൾ നമുക്ക് ആരെയും പക്ഷാഭേദം പറയാൻ പറ്റുകയില്ല. ഈശ്വരൻ ദയാലുവായ ഭഗവാൻ എല്ലാവർക്കും ദുഷ്ടനെന്നോ സജ്ജനമെന്നോ നീചനെന്നോ ഒന്നുമില്ല. ഭഗവാൻ എല്ലാവർക്കും വായുവും വെള്ളവും സൂര്യനെയും ഉദിപ്പിക്കുന്നു. എന്തെങ്കിലും പക്ഷാപാതമുണ്ടോ? അതുകൊണ്ട് നമ്മളും അതുപോലെ ആകണം. പരമാത്മാവ് സൽഗുണപൂർണ്ണനാകുന്നത് പോലെ നമ്മൾ ഒരു സൽഗുണപൂർണ്ണനാകണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹം. എന്നാലല്ലേ ലോകത്ത് എല്ലാവരും നമ്മൾ ഒന്നുപോലെ കാണണ്ടേ, ഒരു ഭക്തന് പ്രത്യേകിച്ചും. അതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ ഇങ്ങനെ വന്നെങ്കിലേ നമുക്കും ഈശ്വരകൃപ ഉണ്ടാകൂ, അല്ലെങ്കിൽ ഉണ്ടാവത്തില്ല. പ്രാർത്ഥിക്കാന്നേ ഉള്ളൂ. നമ്മളങ്ങനെ ആയിത്തീരണം. എല്ലാവരെയും ഒന്നായി കാണണം. സമത്വം വേണം. അല്ലാതെ രണ്ടില്ല, ഇതൊന്നും ആയി പോരുത്. ഞാനൊന്നും നീ എന്നുള്ള ഇത് പാടില്ല, മമത പാടില്ല. നമ്മളെല്ലാവരും ഏകമാണ്. ഒരു മാതാപിതാക്കളുടെ ഒരു അമ്മയുടെ അച്ഛനെയും സന്തതികളാണ്. എല്ലാവരും ഒന്നാണെന്ന് കാണുമ്പോൾ മാത്രമാണ് ഭഗവാൻ ഇഷ്ടം. അതാണ് ഈശ്വരന് ഇഷ്ടം. ഈശ്വരൻ അങ്ങനെയാണല്ലോ, സത്യത്തെ സൃഷ്ടിച്ചേക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പം നമ്മളും അങ്ങനെ കാണണ്ടേ? സഹോദരി സഹോദരന്മാരാണല്ലോ എല്ലാവരും. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എന്താ ചെയ്യുക? തൊണ്ട നമ്മളൊക്കെ ഉണ്ട്, സൗണ്ട് അടപ്പുണ്ട്, എങ്കിലും നമുക്ക് സ്തുതിക്കാം. നമുക്ക് ശ്രീഹരി അഷ്ടകം ചൊല്ലിയിട്ട് ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നഭോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽ സന്നിവാസം ശദാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠകാരം ശ്രുതിപ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ധൃതാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം.
കൃതാംനായ ഗാനം ഖഗാധീശയാനം വിമുക്തിർനിദാനം ഹതാരാതിമാനം സ്വഭക്താനുകൂലം ജഗൽവൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം സമസ്താമരേശം ദ്വിരേകാഭകേശം ജഗൽബിംബലേശം ഹൃതാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം സുരാളീ ബലിഷ്ടം ത്രിലോകീ വരിഷ്ടം ഗുരുണാം ഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം സദാ യുദ്ധധീരം മഹാവീരധീരം ഭവാംബോധിതീരം ഭജേഹം ഭജേഹം രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംപരീതം ഗുണൗഘൈരതീതം ഭജേഹം ഭജേഹം ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നഭോന്നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. നമുക്ക് അമ്മയെ കൊണ്ട് ഒരു നാമം കൂടെ ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. സ്തുതിക്കണം അമ്മയും അച്ഛനെയും, അതാ മാതാപിതാവിനെയൊക്കെ. ശ്രീചക്രരാജസിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ആഗമവേദകലാമയരൂപിണി ആഗമവേദ കലാമയരൂപിണി അഖില ചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ. പലവിധമായുന്നെ ആടവും പാടവും പലവിധമായുന്നെ ആടവും പാടവും പാടിക്കൊണ്ടാടുവൻപാർ പദമലർ സൂടവും ഉലകം മുഴുതുമെന തകമുറ കാണവും ഒരു നിലൈ തരുവായ് കാഞ്ചി കാമേശ്വരി ഒരു നിലൈ തരുവായ് കാഞ്ചി കാമേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ. ഉഴன்று തിരിந்த என்னை உத்தமனாக்கி வைத்தான் உழன்று திரிந்த என்னை உத்தமனாக்கி வைத்தான் உயரிய பெரியோருடன் உண்டிர கூட்டி வைத்தான் உயரிய பெரியோருடன் உண்டிர கூட்டி வைத்தார் நிழலின தொடர்ந்த முன்னோள் கொடுமை நீக்கம் செய்தான் நிழலின தொடர்ந்த முன்னோள் கொடுமை நீக்கம் செய்தான் നിത്യ കല്യാണി ഭവാനി പത്മേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ. തുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായ് തുമ്പപ്പുടത്തിലിട്ട് தூயவனாக்கி வைத்தான் தொடர்ந்த முன்மாயை நீக்கி பிறந்த பயனை தந்தாய் துறந்த முன்மாயை நீக்கி பிறந்த பயனை தந்தாய் அன்பை புகழ்த்தி உந்தன் ஆடலை காண செய்தாய் அன்பை புகழ்த்தி உந்தன் ஆடலை காண செய்தான் அடிக்கலம் நீயே அம்மா
അടിക്കലം നീയേ അമ്മ അഖിലാണ്ടേശ്വരി, അടിക്കലം നീയേ അമ്മ അഖിലാണ്ടേശ്വരി, ശ്രീചക്രരാജ സിംഹാസനേശ്വരി, ശ്രീലളിതാംബികേ ഭുവനേശ്വരി, ആഗമവേദ കലാമയരൂപിണി, ആഗമവേദ കലാമയരൂപിണി, അഖില ചരാചര ജനനി നാരായണി, നാഗകങ്കണ നടരാജ മനോഹരി, ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി, ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി, ശ്രീചക്രരാജ സിംഹാസനേശ്വരി, ശ്രീലളിതാംബികേ. ഏ ഏ തൊണ്ട കുരുടെയും തൊണ്ട തമ്മിലൊക്കെ ആ മക്കളെ ഇങ്ങനെയൊക്കെ. ഭഗവാന് കുഴപ്പമൊന്നുമില്ല, മക്കൾക്ക് കുഴപ്പമുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. കണ്ണൻ ഞാൻ എങ്ങനെ ചൊല്ലിയാലും എൻ്റെ കണ്ണൻ അത് ചൊല്ലാഞ്ഞാലാണ് കുഴപ്പം. എങ്ങനെ ചൊല്ലിയാലും മതിയെന്നാ പറയാ. പിന്നെ എന്ത് ചെയ്യും ഞാൻ? ഇഷ്ടമാണ് ഭഗവാന്, ആര് ചൊല്ലിയാലും ഭഗവാന് ഇഷ്ടമാണ്. എങ്ങനെ വയ്യെന്ന് പറഞ്ഞാലും അല്പം ചൊല്ലെന്ന് പറയും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എത്ര ചൊല്ലിയാലും എനിക്ക് മുഴുക്കാത്തത്. ഇന്ന് തന്നെ ഞാനൊരു സ്വന്തമായിട്ടൊരു നാമം അത് കേൾക്കണോ മക്കൾക്ക്? സമയമില്ലല്ലോ. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യുക വേണം സദാ, നാരായണ ജപമന്ത്രം. അത് ഞാൻ ഇനി ഒരു ദിവസം പാടാം. അത് എഴുതിയെടുത്തില്ല, ഞാൻ വെറുതെ ഒന്ന് മൂളിപ്പാട്ട് നോക്കിയതാ. അതിനി ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് ഒന്നുകൂടെ എഴുതിയെടുത്തിട്ട് പഠിക്കണം. അല്ലാതെ ഇപ്പം മറ്റത് പാടുന്ന ടൂൺ പോലും അങ്ങ് മാറി. അത് ചിന്തിക്കാതെ അങ്ങ് ചൊല്ലി. കാരണം അത് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഉള്ളിൽ നിന്ന് മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കണം. കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ പറയുന്ന മക്കളോട്? അങ്ങനെ മക്കളും ആകണം. എന്തെങ്കിലും ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ടും പാടിക്കൊണ്ടിരുന്നാൽ ഭഗവാൻ എന്തൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് പറഞ്ഞത് നമ്മൾ എത്രത്തോളം ഭഗവാനെ പുകഴ്ത്താം, അത് ഭഗവാൻ ഇഷ്ടമാണ്. അങ്ങനെയുള്ളൊരു ഭക്തനെയാണ് ഈശ്വരന് ഇഷ്ടം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം, കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെ അല്പം ഒന്ന് സ്തുതിച്ചിട്ട് നമ്മൾ നാമമൊക്കെ ഒന്ന് വലുതായിട്ട് ചൊല്ലും. ഭഗവാനെ ഞാൻ ആഹാരം കഴിക്കുക കണ്ണാ എന്ന് പറയുമ്പം അപ്പം നമ്മൾ ഹരേ രാമ ഹരേ രാമ എന്തെങ്കിലും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിന് എന്തൊരു ഇഷ്ടമാണ്. നമുക്കിനി ഭാഗവതം വായിക്കാം. ഒക്കെ നമുക്കിന്ന് വായിച്ചു പോകാം മക്കളെ. ഇതെന്താ സംഭവം എന്നറിയാമോ? ഭഗവാൻ വീണ്ടും വനക്രീഡ അവിടെ നടത്തി. എല്ലാവരും കണ്ണനും ബലരാമനും കുട്ടികളുമായിട്ട് പശുക്കളെ മേച്ച് വീണ്ടും അവിടെ. കാരണം നമ്മൾ ഇന്നലെ വായിച്ചല്ലോ, പിന്നെ എന്താ പറയുക, ഗന്ധം നല്ല പുഷ്പങ്ങളുടെ മണവും കൊണ്ട് വായു അവിടെ എല്ലാം പരക്കുന്നു മണങ്ങൾ. പിന്നെയോ പക്ഷികൾ ഭ്രമിച്ച് പാടുന്നു, മൃഗങ്ങൾ ഉടറി ഒളിക്കുന്നു, പിന്നെ മയിൽപ്പേടകൾ ആടുന്നു, ഗന്ധവാഹൻ എന്ന് പറയാൻ പറ്റുന്നില്ല, കാറ്റ് വീശുന്ന എന്താണ് നല്ല മണം, ചെന്താമരയുടെ മണം കൊണ്ട്. പിന്നെ സജ്ജന മാനസ തുല്യമായി എന്ത് ചെയ്യുന്നു? നദികൾ ഒഴുകുന്നു. നല്ല നല്ല ഭക്തന്മാരുടെ മനസ്സിനെ ഉപമിച്ചേക്കാണ്. ഭക്തന്മാരുടെ മനസ്സിന് അഴുക്കില്ല, ശുദ്ധമാണ്. അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ഉപമിച്ച് നദിയും ശുദ്ധമായ ജലം, ഒഴുക്ക് വെള്ളത്തിന് അഴുക്കില്ലെന്ന് പറയുന്നത് പോലെ ആ നദിക്കുള്ള ശുദ്ധജലം ആരെ ഉപമിച്ചേക്കാണ്? ഭക്തന്മാരുടെ മനസ്സിനെ. അതൊന്ന് ആലോചിക്കുക. നമ്മളൊരു ഭക്തനാവുക, മനസ്സ് ശുദ്ധമാവുക. അങ്ങനെ മറ്റും പലവിധമുള്ളതെല്ലാം ഒരു കുറ്റമൊഴിഞ്ഞു ചൊല്ലിടുവാൻ ഏതുമേ ദക്ഷതയില്ല. നാവിന് എനിക്കാകയാൽ അക്കഥയെല്ലാം ഇനി കേൾക്കാമന്നവ. പരിഷത്തെ, എനിക്ക് ഇതിൽ കൂടി പറയാൻ എൻ്റെ നാവിന് ശക്തി പോരാ, വർണ്ണിക്കാൻ ഒന്നും പറയാൻ പറ്റാത്തത്രോളം ഉണ്ട്. ഇനിയും എനിക്കതിനെപ്പറ്റി പറയാൻ എനിക്ക് നാക്കിന് ശക്തി പോരാ. ഈ സ്ഥലത്തിങ്കിൽ നമുക്ക് കളിപ്പതിന് എത്രയും ആനന്ദമുണ്ടെന്ന് കൽപ്പിച്ചു കൃഷ്ണൻ ജഗൽ ഗുരു. നാരായണൻ പരൻ തൃഷ്ണമൊഴുത്തതിനധ്യാവസിച്ചത. ചിത്തം തെളിഞ്ഞു കിഞ്ചിൽ സ്മിതം രോഹിണീപുത്രൻ മുഖാരവിന്ദം പാർത്തു ചൊല്ലിനാൻ. അങ്ങനെ ഈ സ്ഥലത്ത് ഇങ്ങനെയുള്ള പുഷ്പവനപ്രഭ, അത്രമാത്രം പൂങ്കാവനമാണ്, ആരാമമാണ്. അവിടെയാണ് ഭഗവാൻ ചെന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ വനം പോലെ പുഷ്പങ്ങളുള്ള സ്ഥലത്താണ് അവിടെ.
ഭഗവാൻ നാരായണൻ കൃഷ്ണമൊഴുത്ത് എന്താ പറയുന്നത്? കിഞ്ചൽ സ്മിതം രോഹിണീ പുത്രനോട് പറയുന്നു, ബലരാമനോട് പറഞ്ഞു. ജ്യേഷ്ഠനാണ് ബലരാമൻ. അനന്തൻ അദ്ദേഹത്തോട് പറയുന്നത്, പശ്യ പശ്യ പ്രഭോ വിശ്വവിമോഹന വശ്യ കരീമിമാം പുഷ്പവനപ്രഭാം ചിത്രം അത്യത്ഭുതം വൃക്ഷലതാദിയാം സത്വങ്ങളായതും ദുഷ്കൃതമാകയാൽ തൽകൃത ദുഃഖം അകറ്റുവാനായി തവ തൃക്കാലിണ കണ്ട് പത്രഫല പുഷ്പവർഗങ്ങളും ചുമന്നുള്ള ഒക്കെയും ഉൾക്കനിവോട് നമസ്കരിച്ചിടുന്നു. പശു പ്രഭു, കണ്ടാലും ജ്യേഷ്ഠ, എന്താണ് വിശ്വവിമോഹനം? ഇവിടെ എന്തൊരു മോഹനം! എന്താണ് കാരണം? ഈ പുഷ്പവനം, ഈ വനത്തിലെ പുഷ്പങ്ങളെല്ലാം വശ്യകരീമിമാം, ഇതെല്ലാം കണ്ടിട്ട് എത്രമാത്രം അത്യത്ഭുതം ഉണ്ടാകുന്നത്, നമ്മളേത് അങ്ങോട്ട് ആകർഷിക്കുന്നു. ഈ വൃക്ഷലതാദിയൊക്കെ എന്ത് ചെയ്യുന്നു? സത്വങ്ങളായതും ദുഷ്കൃതമാകയാൽ, അവരുടെ എന്തോ ദുഷ്കൃതം കൊണ്ടാണ് അവർ മരങ്ങളായി വന്നതാണ് അവർ ധരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ദുഷ്കൃതങ്ങളെയൊക്കെ അകറ്റി ആ ദുഃഖമെല്ലാം അകറ്റാൻ വേണ്ടി തവ ബലരാമൻ്റെ തൃക്കാലണ 2 പാദത്തിലും നമസ്കരിക്കുന്നു. പത്രഫല പുഷ്പവർഗങ്ങളും ചുമന്നുള്ളവയൊക്കെയും, വൃക്ഷങ്ങളുടെ കൊമ്പുകളിൽ ആണല്ലോ ഫലങ്ങൾ. ഇപ്പം മാവിൽ മാങ്ങ പിടിച്ച് കൊമ്പ് കുനിയുമ്പോൾ താഴേക്ക് വരുന്നത് പോലെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അങ്ങയെ കണ്ടിട്ട്, അതായത് ബലരാമനോട്, ഈ മർത്യവേഷം എടുത്ത ബലരാമനെ കണ്ടപ്പോൾ അവിടെ ദുഃഖമെല്ലാം അകലാൻ വേണ്ടി എന്തോ ദുഷ്കൃതങ്ങൾ കൊണ്ടാണ് ഇവിടെ മരങ്ങളായി വന്നതെന്ന് സങ്കല്പിക്കുന്നു അവർ. അപ്പോൾ ഈ ബലരാമനെ കണ്ടിട്ട് അവർ ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകളെല്ലാം താഴേക്ക് കുനിയുന്നു. എന്തിനാ കുനിയുന്നത്? അങ്ങയെ കണ്ടു വണങ്ങാൻ നമസ്കരിക്കുന്നു. ആര്യ ബലരാമൻ. ഇത് ആര് പറയുന്നു? കൃഷ്ണൻ. അങ്ങ് നോക്കൂ, കാണൂ, കണ്ടാലും ജ്യേഷ്ഠ, അങ്ങയെ വണങ്ങുന്ന കണ്ടില്ലേ? ഈ വൃക്ഷങ്ങളുടെ കൊമ്പുകൾ പുഷ്പങ്ങളും പഴങ്ങളുമായിട്ട് നിൽക്കുന്ന അതെല്ലാം കുനിഞ്ഞ് ആ വൃക്ഷത്തിൻ്റെ ചില്ലകളെല്ലാം അങ്ങയെ കണ്ട് വണങ്ങുന്നത് കണ്ടില്ലേ? അത്രമാത്രം ഭഗവാൻ ആ ജ്യേഷ്ഠനോട് പറയുന്നു. ജ്യേഷ്ഠൻ എത്രമാത്രം സന്തോഷമായിരിക്കും. കാരണം ഇവിടെ അത്ഭുതാകാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം ഭഗവാൻ കൃഷ്ണനാണ്. എല്ലാവരും കൃഷ്ണനെയാണ് പുകഴ്ത്തുന്നത്. ഭഗവാനും വിചാരിച്ച് കാണും, ജ്യേഷ്ഠനെയും ഒന്ന് പുകഴ്ത്തി പറയണ്ടേ, അല്ലെങ്കിൽ കഷ്ടമല്ലേ. അപ്പം പറയുന്നു, അങ്ങയെ കണ്ടിട്ട് ഈ വൃക്ഷക്കൊമ്പുകളെല്ലാം അവരുടെ ദുഷ്കൃതങ്ങളെല്ലാം മാറാൻ വേണ്ടി അങ്ങയെ നമസ്കരിക്കുന്ന കണ്ടില്ലേ? തൽകൃ ദുഃഖം അകറ്റുവാനായി ഈ മരങ്ങളുടെ വൃക്ഷങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റാൻ തവ ഈ ജ്യേഷ്ഠൻ്റെ തൃക്കാലിണ കണ്ട് പത്രഫല പുഷ്പവർഗങ്ങളും ചുമന്നുള്ളവയൊക്കെയും ഉൾക്കനിവോട് നമസ്കരിച്ചിടുന്നു. ഭക്തിമാന്മാരാം ഋഷികളും ബ്രാഹ്മണ മുഖ്യകുലവും ഭവാനിഹ കേവലം ഈ ഭവാനെ, ഈ ജ്യേഷ്ഠനെ കണ്ടിട്ട് എന്താണ് പിന്നെ ഭക്തിമാന്മാരായ ഋഷികളും ബ്രാഹ്മണകുലവും എല്ലാം എന്ത് ചെയ്യുന്നു? മർത്യവേഷം ധരിച്ച് ഈ കാനനെ അങ്ങ് സഞ്ചരിക്കുന്ന കണ്ടപ്പോൾ, അതാണ് മുഖ്യകുലവും ബ്രാഹ്മണ മുഖ്യകുലവും ഭവാനിഹ, ഇവിടെ ഈ ബലരാമൻ, ഭവാൻ എന്ന് വെച്ചാൽ ബലരാമൻ, ഇഹ ഇവിടെ കേവലം മർത്യവേഷം ധരിച്ചാണല്ലോ. ഇവിടെ അനന്തനാണ്, ഇവിടെ പുരുഷന്റെ വേഷം, മർത്യവേഷം അത് മനുഷ്യവേഷം കൊണ്ട് വന്നതുകൊണ്ട് ഈ ബ്രാഹ്മണ മുഖ്യകുലവും ഋഷിമാരെല്ലാം എന്ത് ചെയ്യുന്നു? അങ്ങയെ കണ്ടിട്ട് മർത്യവേഷം ധരിച്ച് ഈ കാനനത്തിൽ പുനരത്രവ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ, ആരാണ് മർത്യവേഷം എടുത്തേക്കുന്നേ? ഭഗവാനും ബലരാമനും. പക്ഷേ കൃഷ്ണൻ പറയുന്നത് എന്താണ്? അങ്ങ്, അതായത് അനന്തനാണല്ലോ, സർപ്പമാണല്ലോ. അപ്പം അത് മനുഷ്യവേഷം ധരിച്ച് വന്നതുകൊണ്ട് അങ്ങയെ കണ്ടിട്ട് ഇവിടെ ഈ ബ്രാഹ്മണകുലവും പിന്നെ മഹർഷിമാരെല്ലാം ഷൽപദാദി പ്രഭാവേന ഭജിപ്പതിന്, ചിത്രശലഭങ്ങളും വണ്ടുകളുമായിട്ട് വന്നേക്കുന്നതെല്ലാം ബ്രാഹ്മണ മുഖ്യരും ഋഷിവർഗവുമാണെന്ന് സങ്കല്പം. ഈ വന്ന് പാട്ടും പാടി ഈ പുഷ്പങ്ങളിലെല്ലാം വന്ന് പറ്റി തേൻ കുടിക്കുന്നത് എന്താ? അങ്ങ് മനുഷ്യവേഷം കൊണ്ട് വന്നതുകൊണ്ട് കണ്ടതുകൊണ്ട് ഇവരെല്ലാവരും ഈ പുഷ്പങ്ങളിൽ വന്നിരിക്കുന്ന വണ്ടുകളെല്ലാം ആരാ? ബ്രാഹ്മണ മുഖ്യകുലവും ഋഷിവര്യന്മാരും ആണ് ജ്യേഷ്ഠ. അങ്ങയെ കണ്ട് ഭജിപ്പതിന് ഉൾപ്പൂവിൽ ആനന്ദം ഉൾക്കൊണ്ട് സാധനം അവരെല്ലാം അങ്ങയെ കണ്ട് ഭജിക്കാനാണ് ഈ വണ്ടുകൾ, ഈ ഷൽപദാദികളെല്ലാം ഇവിടേക്ക് വന്നത്. ഇതാരാണ്? ബ്രാഹ്മണ കുലത്തിലുള്ളവരും ഋഷികളുമാണ് ഈ വണ്ടുകളെല്ലാം. അങ്ങയെ കണ്ട് ഭജിക്കാനാണ് അവർ വന്നത്. ഉൾപ്പൂൽ ആനന്ദം ഉൾക്കൊണ്ട് സാദരം സന്തതം അന്തികേ വന്നു. എന്നുവെച്ചാൽ അങ്ങയുടെ അടുത്തേക്ക് വന്ന് ചൂഴും ഭ്രമിക്കുന്നത് എന്തൊരു ചിത്രം!
ഇതെല്ലാം വന്ന് അങ്ങയെ വന്ന് ഭജിക്കാനാണ് വന്നേക്കുന്ന ഈ വണ്ടുകൾ. മൂളിപ്പാട്ടും പാടി നിൽക്കുന്നു. അവരാരാണ്? അവർ ബ്രാഹ്മണ മുഖ്യകുലത്തിലുള്ളവരും അവർ ഋഷിവര്യന്മാരൊക്കെയാണ്. അവർ വണ്ടുകളായി വന്നേക്കുവാണ് അങ്ങയെ കണ്ട് വന്ദിക്കാനും ഭജിക്കാനും ഒക്കെ. അങ്ങോട്ട് എന്തൊരു ചിത്രം നോക്കൂ. ഭവൽ കീർത്തികളായ ഗാനങ്ങളും ചെയ്ത് പാടി ആടുന്ന അത്യാനന്ദമോടും സദൈവ നിരന്തരം. അവരെന്താ ചെയ്യുന്നേ? ഭവൽ കീർത്തികളായ ഗാനങ്ങൾ, അങ്ങയെ കീർത്തിക്കുന്ന ഗാനങ്ങൾ. ബലരാമനെ എങ്ങനെയെല്ലാം പാടി പുകഴ്ത്താം. അതുപോലെയാണ് വണ്ടുകൾ മൂളിപ്പാട്ട് പാടുന്നതാണ് ഭഗവാൻ ഇവിടെ അദ്ദേഹത്തിനോട് ജ്യേഷ്ഠനോട് പറയുന്നത്. അങ്ങനെ പാട്ടും പാടി ആനന്ദമോട് സദൈവ നിരന്തരം നാനാവിധം തവ മോഹനമാ തിരുമേനിയും ആനന പത്മവിലാസവും മാനസ സന്തോഷമോട് കണ്ട് ആനന്ദപാന രസഭാവമോട് ലഘുതരം കോമളമാം. അപ്പോൾ ഈ വണ്ടുകളെല്ലാം സദൈവ നിരന്തരം നാനാവിധം തവ മോഹനമാം തിരുമേനിയും ഈ ജ്യേഷ്ഠൻ്റെ ശരീരം, തിരുമേനി, അദ്ദേഹത്തിൻ്റെ ശരീരം നല്ല സുന്ദരമായ ദേഹവും ആനന പത്മവിലാസവും, ആനന മുഖം, ആ പത്മം പോലിരിക്കുന്ന മുഖവും വിലാസവും അത്രപോലെ കോവളമായിരിക്കുന്ന മുഖവും മാനസ സന്തോഷമോട് കണ്ട് ആനന്ദപാന രസഭാവമോട് ലഘുതരം. ഇതെല്ലാം കണ്ടിട്ട് ആനന്ദം കൊള്ളുന്ന ആരാ? ഈ മുനികളും ഈ ബ്രാഹ്മണ മുഖ്യരും ആരായിട്ട് വന്നിരിക്കുന്നു? വണ്ടുകളായിട്ട്. അവരെന്താ കാണിക്കുന്നത്? നല്ല ആനന്ദത്തോട് പാട്ട് പാടുന്നു. ആരെ പറ്റിയാ? ബലരാമനെ പറ്റി. ഗാനങ്ങളൊക്കെ ഭവൽ കീർത്തികൾ. അങ്ങയെ കീർത്തിക്കുകയാണ് ഈ വണ്ടുകൾ, പാടി സ്തുതിക്കുകയാണ്, അങ്ങയെ ഭജിക്കുകയാണ് വണ്ടുകൾ. ആരാ അവർ? ബ്രാഹ്മണകുല മുഖ്യന്മാരും മുനികളുമാണ് അവർ ഈ വണ്ടുകളായി വന്നേക്കുന്നതെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അങ്ങനെ മോഹനമാം അങ്ങയുടെ തിരുമേനി കണ്ടിട്ടും അങ്ങയുടെ മുഖം അത്രമാത്രം ശോഭനമേറിയ മുഖവും മാനസ സന്തോഷമോട് കണ്ട് ആനന്ദപാന, അവർ അത്രമാത്രം സന്തോഷത്തോടാണ്, മനസ്സ് അത്രമാത്രം ആനന്ദത്തോടാണ് അവർ പാനരസം. എന്താണ് പാനരസം? അവിടുത്തെ ആ പുഷ്പത്തിലിരിക്കുന്ന തേൻ നുകരുന്നു. അത് ഈ ഇദ്ദേഹത്തിനെ അത്രത്തോളം ആനന്ദത്തോട് ലയിക്കുമ്പോൾ അവർ സന്തോഷം കൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിച്ച് ഭഗവാനിൽ കീർത്തിച്ച് ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്കും ഉണ്ടൊരു രസം, അമൃതാകുന്ന രസം നമ്മൾ നുകരുന്നു. ഇവിടെ വണ്ടുകൾ ആരാണ്? ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഋഷിമാരും ബ്രാഹ്മണ മുഖ്യരുമാണ്. അവരുടെ ആത്മാക്കളാണ് ഇവിടെ വണ്ടുകളായി വന്ന് ഭഗവാനെ കീർത്തിക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു? അവർക്കും ആനന്ദരസം കിട്ടുന്നു. നമ്മളും പ്രാർത്ഥിച്ച് ഭഗവാൻ ലയിക്കുമ്പോൾ നമുക്കും അമൃത് നമ്മളും പാനം ചെയ്യുന്നത് പോലെ വണ്ടുകളായി വന്ന് പാടി ഭഗവാനെ, അതായത് ഈ ബലരാമനെ പുകഴ്ത്തി സന്തോഷിച്ച് അവരും ആനന്ദപാനരസം നുകരുന്നു. എന്ത് നല്ല ഒരു ഇതാണ് ഇത് ഇങ്ങനെ ചമച്ചേക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ബ്രഹ്മർഷികൾക്കൊക്കെ ഈ ബ്രാഹ്മണ മുഖ്യന്മാർക്കും ഋഷികർക്കും ഒക്കെ ഇതുപോലെ ഈ ആരാധന വരുമ്പോൾ, ഈശ്വരനെ ആരാധിക്കുമ്പോൾ അവർ അമൃത് നുകരുന്നു. നമുക്കും നുകരണം മക്കളെ. നമുക്കും പ്രാർത്ഥനയിൽ കൂടി അമൃതാകുന്ന ആ പാനം നമ്മൾ നുകരണം. ഇത് ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങണം. അപ്പോൾ മാനസ സന്തോഷമോട് ഈ വണ്ടുകളെല്ലാം അത്ര സന്തോഷത്തോടെ കണ്ട് ആനന്ദപാന രസഭാവമോട് ലഘുതരം കോമളമാ മയിൽക്കൂട്ടങ്ങൾ ആടുന്നത് ആനന്ദമോടും ഭവൽ പ്രസാദാർത്ഥമായി. ഈ ബലരാമനെ കണ്ടുകൊണ്ട് ആനന്ദമോട് മയിൽക്കൂട്ടങ്ങളും നൃത്തം ചെയ്യുന്നു. നീളവേ കാണുക മൃഗങ്ങൾ ശരീരങ്ങൾ പോലും മറന്ന് രസിച്ചു നിൽക്കുന്നത്. മൃഗങ്ങളെല്ലാം ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ ശരീരം പോലും മറന്നിങ്ങനെ ലയിച്ചു നിൽക്കുന്നു. കേവലം കാണുക മറ്റോരോ വനൗകസോ ഭാവം കലർന്നു ദിവ്യാത്മാക്കൾ ഏവരും. അവിടെ വനൗകസോ എന്ന് പറയുന്ന മറ്റോരോ വനൗകസോ, ഈ വനത്തിൽ വസിക്കുന്ന മഹർഷിമാരുണ്ട്. അവരും ഭാവം കലർന്ന ദിവ്യാത്മാക്കൾ ഏവരും ഈ പുരുഷവേഷം ധരിച്ച ഭവൽ പദവാരിത യുഗ്മം. പുരുഷവേഷം ധരിച്ചത് ആരാണ്? ബലരാമൻ. അനന്തനായിരിക്കുന്ന ഭഗവാന്റെ മെത്തയായി കിടന്ന് ഭഗവാൻ ശയിക്കുന്ന ഈ അനന്തൻ മനുഷ്യവേഷം ധരിച്ചു വന്നു. പുരുഷവേഷം ധരിച്ചു വന്നപ്പോൾ ദിവ്യാത്മാക്കൾ അവിടെ ഉണ്ട്. വനൗകസോ അവരുടെ ആത്മാവ്. അത് കണ്ടുകൊണ്ട് വാരിത യുഗ്മം, ഈ പത്മം പോലിരിക്കുന്ന പാദം രണ്ടും ഭജിക്കുന്ന ആരാണ്?
ഈ ദിവ്യാത്മാക്കൾ, വനത്തിൽ വസിക്കുന്ന ദിവ്യാത്മാക്കൾ. ഇവർക്കൊക്കെ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇത് ഭഗവാൻ വർണ്ണിക്കുന്നതാണ്. കൃഷ്ണൻ ബലരാമനോട് പറയുന്ന, അപ്പോൾ ബലരാമൻ അത്രത്തോളം സന്തോഷം ഉണ്ടാകുന്നു. പുരുഷവേഷം ധരിച്ച ഭവൽ പദവാരയുഗ്മം ഭജിപ്പതിന് അന്വഹം ചാരുവനാന്തരേമേവും ചരാചര ചാരു ജന്തുക്കളി കാണായ അവറ്റിനും ചേരും പുരാതനമായ പുണ്യോദയം നേരെ അറിഞ്ഞുകൊള്ളാവതെല്ലാവർക്കുമേ. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന പുരാതനമായിരിക്കുന്ന ഈ പുണ്യോദയം നേരെ പറവാൻ അറിഞ്ഞുകൊള്ളാം, ഇത് അറിയാൻ ആർക്കും ആവതല്ല. ഏവം മൃദുസ്മിതപൂർവം വസുദേവ ദേവകീ സൂനു ജഗന്മയൻ തന്നെ കോമളവാണികൾ കേട്ടു കുതൂഹല പ്രേമ വിവശ ബദ്ധേന ഹലായുധൻ ഈ ബലരാമൻ. ഹലം ആയുധമാ. ഹലം എന്ന് വെച്ചാൽ ഇത് കലപ്പ ആയുധമായി ഉള്ളതുകൊണ്ട് ഈ ബലരാമന് ഹലായുധൻ എന്ന് പേരുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ കൃഷ്ണന്റെ ഈ കോമളവാണികൾ ഈ ബലരാമനെ ഇത്രത്തോളം പുകഴ്ത്തിയെല്ലാം പറഞ്ഞ് അത് കുതൂഹലത്തോടെ എന്ത് ചെയ്തു ഈ ബലരാമൻ ഹലായുധൻ പ്രേമ വിവശബദ്ധേന അത്രത്തോളം സന്തോഷ സ്നേഹമായി കണ്ണനോട് സോദരനോട് അങ്ങനെ ഈ കൃഷ്ണനോട് സോദരനോടും സഖികളോടും കലർന്ന ആദരത്തോട് തരന്തര എങ്ങുമേ മായാമയൻ മഹീമണ്ഡലേ കാനന തോയാശയ ഗിരി കന്തരാദ്യങ്ങളിൽ നാനാവിധ വിലാസേന കളിച്ചവാൻ ഊനമൊഴിഞ്ഞ് ചൊല്ലിടുവാൻ ഏതുമേ പങ്കി പോരാ വാക്കിനാകയാൽ നിൽക്കതും. ഇത് പരീക്ഷത്തിനോട് സുഖമഹാമുനി പറയുന്നത്, എനിക്ക് വർണ്ണിക്കാനൊന്നും എനിക്ക് നാക്കിന് ഭംഗി പോരാ, എത്രത്തോളം പറഞ്ഞാലും പറയാൻ പറ്റാത്ത വണ്ണമുണ്ട്. ഇതെല്ലാം പറയാനുള്ള യാതൊരു ശക്തി എൻ്റെ നാക്കിനില്ല. എത്രത്തോളം പറഞ്ഞാലും നമുക്ക് അത്രമാത്രമാണ് ഭഗവാന്റെ കഥകൾ പറയാൻ. അദ്ദേഹം പറയുന്നു, പിന്നെ പരീക്ഷത്തെ എനിക്ക് എൻ്റെ നാക്കിനൊന്നും ചൊല്ലുവാനുള്ള ഭംഗി പോരാ വാക്ക് പറയാൻ. മംഗല പുരുഷനായ മായാമയൻ. അതുകൊണ്ട് ഇത്രയെല്ലാം പറഞ്ഞ് നിൽക്കതും. അതുകൊണ്ട് നിർത്തിയിട്ട് ഇനി ഭഗവാൻ കൃഷ്ണൻ്റെ കാര്യമാണ്. മംഗലപുരുഷനായ മായാമയൻ ചങ്ങാതിമാരോട് ഒരുമിച്ച് ഒരു നേരം അങ്ങാളി പോലെ മുരളും തരം ഭഗവാൻ എന്ത് ചെയ്യുന്നു അപ്പോഴത്തേന് മറ്റിത്രേനും ഭഗവാൻ ബലരാമനെ എത്രത്തോളം പുകഴ്ത്തി സ്തുതിച്ച് അദ്ദേഹത്തിനെ കാണുന്ന മഹർഷിമാരെല്ലാം വണ്ടായി വന്നെന്നും വനോഗസ്ഥയിലിരിക്കുന്ന മഹർഷിമാരെല്ലാം വന്ന് ഭജിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഭഗവാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, അങ്ങാളി പോലെ മുരളുന്നു, വണ്ടുകൾ എന്തൊക്കെ മിമിക്രി കാണിക്കുന്നു. ഇനി അത് പറഞ്ഞങ്ങ് പോവാം, സമയം പോകുന്നു, വായിച്ച് തീർക്കണം ഇന്ന്. അതുകൊണ്ട് ഭഗവാൻ മൂളിപ്പാട്ട് പാടുന്ന മിമിക്രി മുരളുന്ന് വണ്ട് അങ്ങാളി പോലെ മുരളും തരം അന്നങ്ങൾ പോലെ നടക്കും. അന്നം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആരെ അന്നം, അതുപോലെ നടക്കും. മയിൽക്കുലം എന്ന പോലെ പുനരാടും കഥാശന, ചിലപ്പോൾ മയിലുകൾ ആടുന്ന പോലെ ആടും. നന്ദാത്മജൻ ചിരിപ്പിക്കും എല്ലാവരെയും. ഇതെല്ലാം കാണുമ്പോൾ മറ്റുള്ളവർ ചിരിക്കും. ഭഗവാൻ എല്ലാവരും ചിരിപ്പിക്കുകയാണ് ഈ മിമിക്രി കാണിട്ടി. മന്ദം ഖഗസ്വരം ഉച്ചരിക്കും ചിലർ, പിന്നെ ധൈര്യങ്ങളാകും തരം കേസരി എന്നതുപോലെ ശാർദൂലങ്ങൾ പോലെയും കടുവയെ പോലെയും കേസരി സിംഹത്തെ പോലെ അലറും. ആരാ? കണ്ണൻ. അപ്പോൾ എന്ത് വരും? ഖഗങ്ങൾ പക്ഷികൾ പോലെ ഉച്ചരിക്കും, പക്ഷികൾ ചിലയ്ക്കുന്ന പോലെ ചിലയ്ക്കും. എന്തോ സിംഹം കേസരി പോലെ അലറും, ശാർദൂലങ്ങൾ പോലെയും കടുവ പോലെയും നിന്ന് അരുളിയിടും. ചിലർ അത് കേൾക്കയാൽ, ചിലർ ഇതൊക്കെ കേൾക്കുമ്പോൾ, ഈ ഭഗവാന്റെ ഈ മിമിക്രി കേൾക്കുമ്പോൾ അലർന്നൊക്കെ കേൾക്കുമ്പോൾ എന്തുവരും? അന്നേരം ആഹന്ത വാരണൗഖങ്ങളും ഖിന്നാത്മന സരയം പാഞ്ഞൊളിക്കും. വാരണൗഖം ആനകൾ ഇത് കേൾക്കുമ്പോൾ, സിംഹത്തിൻ്റെ നാദം അലർക്കം കേൾക്കുമ്പോൾ ആനകളെല്ലാം വിഷമിച്ച് പാഞ്ഞൊളിക്കും, സരയം പാഞ്ഞൊളിക്കും. ഔവണ്ണം പശുക്കൾ ഓടി അകന്നു പോവും. പശുക്കളും ഓടി ഒളിക്കും. ഭഗവാന്റെ പശുക്കളും ഈ ഗോപന്മാരുടെ പശുക്കളെല്ലാം ഈ അലറക്കം കേൾക്കുമ്പോൾ പശുക്കളും ഓടിപ്പോകും. അങ്ങനെ എന്തുവരും? കണ്ണനോട് ഉണ്ണികൾ ചെന്നറിയിക്കും, അങ്ങ് അർണോജ നേത്ര നമുക്കുള്ള ഗോക്കളെ ഞങ്ങളോ കണ്ടതില്ലെന്ന് കേട്ടാലുടൻ ഇങ്ങു നിന്നോടക്കുഴൽ കൊണ്ട് അവറ്റിനെ ചെമ്മേ വിരവോട് നാമങ്ങൾ ചൊല്ലി അങ്ങ് ഉന്മേഷമോട് വിളിച്ചരുളും വിധോ. ഈ പശുക്കളുടെ നാമങ്ങൾ, പേരുകൾ, ഓരോ പശുക്കൾക്കും ഓരോ പേരുണ്ട്. ഭഗവാൻ ഓടക്കുഴൽ കൂടി
സുമംഗലേന്ന് വിളിക്കും, അല്ലെങ്കിൽ ലക്ഷ്മീന്ന് വിളിക്കും. അങ്ങനെ ഓടക്കുഴൽ കൊണ്ട് വിളിക്കുമ്പോൾ പശുക്കളെല്ലാം ഓടി വരും. ഈ അലർക്കം കേൾക്കുമ്പോൾ പശുക്കൾ എവിടെയോ ഓടിപ്പോകും. കണ്ണനോട് വന്ന് കുട്ടികൾ ഉണ്ണികൾ എന്ന് പറയും, കണ്ണാ പശുക്കൾ എങ്ങോട്ടോ പോയി കണ്ടില്ല. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്യും, ഓടക്കുഴൽ കൊണ്ട് ഈ ഗോക്കളുടെ പേരുകൾ ചൊല്ലി വിളിക്കുമ്പം പശുക്കൾ ഓടി ഭഗവാൻ അടുക്കലേക്ക് വരും. ഉന്മേഷം കൊണ്ട് വിളിച്ചരുളും വിധു അപ്പോഴോ തിന്നുന്നത് ഉപേക്ഷിച്ച് പാഞ്ഞൊക്കവേ വന്ന് ചുഴന്നു കാരുണ്യാംബുധിയുടെ മഞ്ചുളാകാരമാം ആനന പങ്കജ രഞ്ജനാഭാം കണ്ടു നിൽക്കും അത്രേ സദാ. അപ്പോഴെന്ത് വരും, പെട്ടെന്ന് ഇവർ ഓടി വന്നിട്ട് പുല്ല് തിന്നുന്നതെല്ലാം ഉപേക്ഷിക്കും, തിന്നുന്നതൊക്കെ ഉപേക്ഷിച്ചിട്ട് പാഞ്ഞു വരും, വന്ന് ചുഴന്ന് ഭഗവാൻ അടുക്ക് വന്നിട്ട് കാരുണ്യാമൂർത്തിയുടെ കൃഷ്ണൻ്റെ മഞ്ജുളാകാരമായിരിക്കുന്ന ആനന പങ്കജം, മുഖം പങ്കജത്തിനെ പോലെ താമര പോലെ ഇരിക്കുന്ന ഭഗവാന്റെ മുഖം അങ്ങോട്ട് കണ്ടിട്ട് സന്തോഷത്തോടെ രഞ്ജനാഭാം കണ്ടു നിൽക്കും അത്രേ സദാ. അവർ ഈ പശുക്കളെല്ലാം ഓടി വന്ന് ഭഗവാൻ അടുക്കൽ വന്നിങ്ങനെ സന്തോഷത്തോടെ വന്ന് നോക്കി നിൽക്കും. എങ്ങും പിരിഞ്ഞു പോവാതെ അവറ്റയും മങ്ങാതെ കാത്തു നടക്കും എല്ലാവരുമായി പുല്ലുള്ളിടത്ത് മേയാനാക്കി നിർത്തിവെച്ചു ഉല്ലാസമോട് കളിക്കും തദന്തരേ. അങ്ങനെ അവരെ എങ്ങും പിരിഞ്ഞു പോവാതെ എല്ലാവരെയും കൂടെ കാത്തു നടന്ന് എന്തു പറയും, പുല്ലുള്ളിടത്ത് പോയി നിർത്തും കുഞ്ഞുങ്ങളെ. ഈ പശുക്കളെല്ലാം ഭഗവാൻ എല്ലാ കുട്ടികളുമായിട്ട് ചെന്ന് മേയാനാക്കി നിർത്തി നല്ല പുല്ലുള്ളിടത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴെല്ലാവരും അടന്ന് കളിക്കുകയും ചെയ്യും. പിള്ളരെ കൊണ്ട് ചാടിക്കും ഓടിക്കും ഒട്ടുള്ളറിഞ്ഞൻപോട് പാടിക്കും ഏകത. കുട്ടികളെ കൊണ്ട് ഭഗവാന്റെ എന്താ അടുത്ത രസം, അവരെ കൊണ്ട് ഓടിക്കുകയും ചാടിക്കുകയും പിന്നെയോ പാടിക്കും. തല്ലിക്കും ഒട്ടു തല്ലേറ്റും ആഴുകുന്നവർക്കെല്ലാം തലയിലാമർ തരന്തരം വെള്ളം ചൊരിയിച്ചു വെഞ്ചാമരമെന്ന് ചൊല്ലി വലിയ പത്രങ്ങളാൽ വീയിക്കും. പിള്ളര് തല്ലുകൊടുമ്പം മാഴുകി തളർന്നു വീഴും. ഭഗവാൻ എന്ത് ചെയ്യും, വെള്ളം കൊണ്ട് തലവഴിയേ ഒഴിക്കും. നദി അടുത്തുണ്ടല്ലോ, വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് വെഞ്ചാമരമെന്ന് ചൊല്ലി വലിയ പത്രങ്ങളാൽ വീക്കും. വലിയ വൃത്തത്തിലുള്ള വലിയ വലിയ പത്രങ്ങൾ, ഇലകൾ കാണും. വനമല്ലേ, പുഷ്പം കൊണ്ടുള്ള നിറയെ വനങ്ങളല്ലേ, ആ ഇലകൾ കൊണ്ടുവന്ന് വീശിക്കൊണ്ട് പറയുന്നത് വെഞ്ചാമരമാണ്. പണ്ടൊക്കെ വെഞ്ചാമരം കൊണ്ടാണല്ലോ വീശുന്നത് ഈ എന്താ പറയുക രാജാക്കന്മാരെയൊക്കെ. നമുക്കൊക്കെ വിശറിയുണ്ട്, ഈ എന്താ പറഞ്ഞ ഫാനൊന്നും അന്നില്ലല്ലോ. അതുകൊണ്ട് ഈ ഭഗവാൻ എന്ത് ചെയ്യും, മാഴുകി തളർന്ന് വീഴുന്ന തല്ല് കൂടും, തല്ലിപ്പിക്കും. പിള്ളേരെ കൊണ്ട് ചാടിക്കുകയും ഓടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർ തളർന്ന് വീഴുമ്പോൾ ഭഗവാൻ വലിയ പത്രങ്ങൾ കൊണ്ട് വീശി കൊടുക്കും, വീയിക്കും. എന്നിട്ട് എന്താ പറയും, വെള്ളവും തലയൊക്കെ ഒഴിക്കും. എന്നിട്ട് അപ്പോൾ തണുത്ത വെള്ളം അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഈ വീശൊക്കെ കൂടെ ആകുമ്പോൾ എന്ത് വരും, നല്ല സുഖമാണ്. ഈ പിന്നെ എന്താ പറയുക, എ സിയിലിരിക്കണക്ക് തോന്നിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യും. എന്നിട്ട് മല്ലാരി മാധവൻ അഗ്രജൻ തൻപദം മെല്ലെയെടുത്ത് മടിയിൽ വെച്ച ആദരാൽ തുല്യമില്ലാതെ വാത്സല്യ ഭക്തിയാ മുകർന്നല്ല തീർത്തൊട്ട് പുണർന്ന് തലോടിയും. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ ഭഗവാൻ മല്ലാരി മാധവൻ ഭഗവാൻ കൃഷ്ണൻ അഗ്രജൻ്റെ പദം, അഗ്രജൻ വെച്ചാൽ ജ്യേഷ്ഠൻ ബലരാമൻ്റെ കാലെടുത്ത് മെല്ലെ എടുത്ത് ഭഗവാന്റെ മടിയിൽ വയ്ക്കും. ജ്യേഷ്ഠനാ, ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ, അല്പ വ്യത്യാസമേ ഉള്ളൂ. മടിയിൽ വെച്ച ആദരാൽ തുല്യമില്ലാതെ വാത്സല്യ ഭക്തിയ, തുല്യം ഇല്ലാതെ സന്തോഷത്തോട് ഭക്തി. കാരണം തുല്യമില്ലാതെ വെച്ചാൽ എന്താണ്, ജ്യേഷ്ഠനാണല്ലോ, സമക്കാര അല്ലാത്തവർ ഭഗവാൻ അവിടെ ഒരു ഇളയ കുട്ടി എങ്ങനെ ചെയ്യുന്ന വാത്സല്യത്തോട് അത്രമാത്രം ഒരു രക്ഷകർത്താവെന്ന രീതിയിൽ ആവാം. അതാണ് തുല്യമില്ലാതെ എന്ന് പറയാം. വാത്സല്യ ഭക്തിയ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് തലോടി അതിൻ്റെ പാദമൊക്കെ തടവിയൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയും ആകാം. അതുകൊണ്ട് സന്തോഷത്തോടും വാത്സല്യ തുല്യമില്ലാതെയും. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ പ്രായക്കാരാണെങ്കിലും ജ്യേഷ്ഠനെ എടുത്ത് മടിയിലിട്ട് കാലൊക്കെ എടുത്ത് വെച്ചിട്ട് തടവുമ്പോൾ അത്രമാത്രം സ്നേഹമുണ്ട് ഈ കുട്ടിക്ക്. കുട്ടിയായിട്ടല്ല, അന്നേരം അവിടെ അത്രമാത്രം എന്താ പറയുക, എന്തിനാണ് പറയുക, കുഞ്ഞായിട്ട് തോന്നിക്കണം അവിടെ ബലരാമൻ, ഭഗവാൻ ജ്യേഷ്ഠനായിട്ട് തോന്നിക്കണം. അപ്പോൾ അങ്ങനെയല്ലേ ഇളയ കുട്ടികൾക്കല്ലേ നമ്മളങ്ങനെ ചെയ്തു കൊടുക്കാറുള്ളത്. അങ്ങനെയാവാം, എങ്ങനെയോ നമുക്ക് ഇഷ്ടമുള്ള ചിന്തിക്കാതെ പറ്റൂ. കാരണം തുല്യമില്ലാതെ വാത്സല്യ ഭക്തിയ മുകർന്ന് അല്ല തീർത്തൊട്ട് പുണർന്ന് തലോടിയും തല്ലുകൊണ്ട് ഏറ്റവും തളർന്ന് കിടപ്പവരെല്ലാവരെയും ഉടനെ ആശ്വസിപ്പിക്കുകയും. അപ്പോൾ ഭഗവാന്റെ ജ്യേഷ്ഠൻ്റെ കാല് മടിയിലെടുത്ത് വെച്ച് തടവിക്കൊടുക്കുകയും വാത്സല്യ ഭക്തിയ മുകർന്ന അല്ല തൊട്ട് പുണർന്നും തലോടിയും തല്ലുകൊണ്ട് തളർന്നു കിടക്കുന്ന കുട്ടികളെ എല്ലാവരെയും ഉടനെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഭഗവാൻ. അപ്പോൾ ഭഗവാൻ അവിടെ മുതിർന്ന ഒരാളായിട്ടല്ലേ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും. കണ്ണൻ അവിടെ ആരായി നിൽക്കുന്നത് നമുക്ക് തന്നെ അറിയാം. ഈ നമുക്ക് എല്ലാത്തിനും ഒരു നാഥനുണ്ടല്ലോ,
എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു പ്രധാനി കാണും. അപ്പോൾ ഭഗവാൻ അവിടെ ഒരു മുതിർന്ന ആളിനെ പോലെ നിന്ന് മറ്റുള്ളവരോട് ചെയ്യിക്കുന്നു. അപ്പം ബലരാമൻ ജ്യേഷ്ഠനാണെങ്കിലും തളർന്ന് കിടക്കുന്നവരെയൊക്കെ ആശ്വസിപ്പിക്കുന്നത് കൃഷ്ണൻ. ബലരാമൻ്റെ കാലും ഒക്കെ എടുത്ത് തലോടി ചെയ്യിപ്പിക്കുന്നത് കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ അവിടെ എന്തായിട്ടാണ് നിൽക്കുന്നത്? മറ്റുള്ളവരുടെ കൂടെ തുല്യത അല്ലാതെ ഒരു രക്ഷാകർത്താവെന്ന നിലയിലാണ് ഭഗവാൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എനിക്കതിൽ അപ്പുറം പറയാൻ അറിഞ്ഞുകൂടാ. തല്ലുകൊണ്ട് തല്ലിപ്പിക്കും, ഓടിപ്പിക്കും, ചാടിപ്പിക്കും, പാടിപ്പിക്കും, ഇതെല്ലാം ഭഗവാൻ ചെയ്യുന്നു. അപ്പോൾ അവർ തളർന്ന് വീഴുമ്പോഴും ഭഗവാൻ രക്ഷിക്കുന്നു. അപ്പോൾ അവിടെ മുതിർന്ന ആളായിട്ടല്ലേ നിൽക്കുന്നത്. സമപ്രായക്കാരായിട്ടാണ് അവർ ചെയ്യുന്നെങ്കിലും ഭഗവാനോട് ചെയ്യിപ്പിക്കുന്ന ആളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തുല്യമില്ലാതെ വാത്സല്യ ഭക്തിയ മുകർന്ന അല്ല തൊട്ട് പുണർന്ന് തലോടിയും തല്ലുകൊണ്ട് ഏറ്റം തളർന്നു കിടപ്പോരെല്ലാവരെയും ഉടൻ ആശ്വസിപ്പിക്കുകയും ഇങ്ങനെയെല്ലാം പല പ്രകാരം പല മംഗല ലീലകൾ ആചരിച്ച് അന്വഹം പല പല രീതിയിലാണ് ഭഗവാന്റെ കളികൾ, ലീലകൾ, ഭഗവാന്റെ ലീല, മായാവിലാസം, അങ്ങനെയെല്ലാം ചെയ്തിട്ട് നിന്ദ്യമായ പശുപാകൃതി പൂണ്ട് വന്ധ്യനുമേറ്റം രമിപ്പിച്ചതൊക്കവേ. എന്താ നിന്ദ്യമായുള്ള പശുപാകൃതി? ഭഗവാൻ ആരാ സത്യത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഗ്രാമത്തിൽ വസിക്കുന്ന ഈ കൊച്ചു പിള്ളേരെ പോലെ അവരോടൊപ്പം നിന്ന് ഭഗവാൻ ആരാ? ലോകപിതാവ്, ലോകനാഥൻ, അങ്ങനെയുള്ള ആ തിരുമേനി, ആ പരമഗുരു, നാരായണൻ, പരമപൊരുൾ, എന്താ പറയുക, അത്രയുള്ള അരൂപിയായിരുന്ന ഭഗവാൻ ലോകനാഥൻ ഇവിടെ ആർക്കൊപ്പം നിന്ന് ചെയ്യുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈശ്വരൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്താ? അപ്പം നമ്മൾ എന്ത് പഠിക്കാനുള്ളത്? നമുക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവണ്ടേ? എല്ലാവരെയും നമുക്കും ആശ്വസിപ്പിക്കാനും എന്താ പറയുക, നമുക്ക് എല്ലാവരെയും എന്ത് കാണുമ്പോഴും നമ്മൾ അവരുടെ ദാസനായി തലോടാനും സ്നേഹിക്കാനും വാത്സല്യത്തോടെ എല്ലാവരും കാണാനും എല്ലാ ജീവജാലങ്ങളോടും ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ കാണുന്നു. കുറേ വാത്സല്യം കാണിക്കുന്നവരുണ്ട്. പക്ഷേ അത് എല്ലാവരോടും അവരവർ വളർത്തുന്ന ആൾക്കാരോടത്ത് മാത്രമേ ഉള്ളൂ, അല്ലാത്തവരും ഉണ്ട്. ഇതൊക്കെ ഇനി യൂട്യൂബിലിടാൻ വ്യൂസ് കിട്ടാൻ വേണ്ടി അവർ ഇത് കാണിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ ആത്മാർത്ഥമായി ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ ആത്മാർത്ഥതയോട് ചെയ്യുന്നതാണ് ഈശ്വരന് ഇഷ്ടം. യൂട്യൂബിൽ കാണുന്നതെല്ലാം വിശ്വസിക്കാനും പറ്റില്ല. എന്നാലും അങ്ങനെ നമ്മൾ ആകണം. മറ്റു ജീവജാലങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരെ സ്നേഹിക്കുകയും വാത്സല്യത്തോട് അവരെ തലോടുകയും വിഷമങ്ങൾ കാണുന്നവർക്ക് നമ്മൾ അവരുടെ വിഷമം തീർക്കുകയും ഇതൊക്കെയാണ് ഇവിടെ കണ്ണൻ കാണിക്കുന്നത്. ഈ കണ്ണനെ പോലെ നമുക്ക് വന്ന് ആവാൻ ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. അതുകൊണ്ട് നിന്ദ്യമായുള്ള പശുപാകൃതി പൂണ്ട്. അപ്പോൾ ഇവിടെ പശുപാകൃതി ഗോപാലനായിട്ട് ഗോപാകൃതിയാണ്. പശുവിനെ മേയ്ക്കുക എന്ന് പറയാൻ ആ ഒരു ശീലം ഭഗവാൻ എടുത്തു. ഇവിടെ തന്നെ അവതരിച്ചു. വൃന്ദാവനത്തിൽ ഈ നന്ദഗോപരുടെ, അതാണ് നന്ദഗോപ എന്ന് പറയുന്ന പശുകൃഷിയുള്ളതാണ്. അവിടെ തന്നെ വന്ന് നിന്ദ്യമായുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? പരമാത്മാവ് എവിടെ സാധാരണ ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനൊരു തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ട കണ്ണനാണോ? അപ്പം നിന്ദ്യമായുള്ള പശുപാകൃതി പൂണ്ട് വന്ധ്യനുമേറ്റം എല്ലാവരും വന്ദിക്കുന്ന പരമാത്മാവ് എല്ലാവരെയും രമിപ്പിച്ചതൊക്കെ, എല്ലാവരെയും സന്തോഷിപ്പിച്ചു ഭഗവാൻ. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ എത്രമാത്രം ഭഗവാനോട് നന്ദിയോ എന്താ പറയാൻ പറ്റുന്നേ, എത്രമാത്രം സ്നേഹവും ഭക്തിയും ഒക്കെ വേണം നമുക്ക്. ഭഗവാൻ അങ്ങനെയുള്ള ഒരു ഭഗവാനാ. സാധാരണ ഭക്തന്മാർ അത്രത്തോളം സ്നേഹവും വിനയവും താഴ്മയുള്ള ഭക്തൻ അവിടെ ഭഗവാൻ അവരുടെ കൂടെയാണ്. എന്നുവെച്ചാൽ അഹങ്കാരമില്ലാത്ത വലിയ വലിയ ധനികന്മാരായി നിൽക്കുന്നവർക്കൊന്നും ഈശ്വരനെ വേണ്ടല്ലോ. കാരണം അവർക്ക് ഒന്നിൻ്റെയും കുറവില്ല. അപ്പോൾ അവർ അത്രത്തോളം ഈശ്വരനെ ആരാധിക്കത്തില്ല. അതുകൊണ്ട് ഭഗവാൻ ആർക്കൊത്തു നിൽക്കും? സാധുക്കളായ ഭക്തന്മാരോട്. ഗമയില്ലാത്ത എന്നുവെച്ചാൽ എന്താ പാവപ്പെട്ടവനല്ല, എന്തുകൊണ്ടും വിനയവും താഴ്മയുള്ള സാധു ഭക്തന്മാരുടെ കൂടെ ഭഗവാന് ഇഷ്ടമുള്ളൂ. ഇത് നമ്മൾ എവിടെ വായിച്ചാലും അങ്ങനെയല്ലേ? ഭഗവാൻ അങ്ങനെയാ. അല്ലാതെ നമുക്ക് എത്രയോ വലിയ വലിയ പണക്കാരുണ്ട്, എവിടെയെങ്കിലും ഭഗവാൻ അങ്ങനെയുള്ളവർക്ക് ആരാധന പോലും കാണത്തില്ല. കാരണം അവർക്ക് ഒന്നിൻ്റെയും മുട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് പിന്നെ രോഗങ്ങളങ്ങനെ വരുന്നെങ്കിൽ അതവർ പണം ഉണ്ടായതുകൊണ്ട് ചികിത്സിക്കാനൊക്കെ അവർക്ക് കാശുമുണ്ട്. പക്ഷെ ഒന്നുമില്ലാത്ത നിരപരാധികളായിരുന്ന ഭക്തന്മാർ ലോകത്തുണ്ട്. ഭഗവാൻ അവരെ കൂടെയാ, എപ്പോഴും സാധുക്കളുടെ കൂടെയാ. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. സാധുക്കളായിട്ട് നമുക്ക് ഭഗവാനെ സ്നേഹിക്കാം. ഒരു ഭക്തനായിട്ട് ഒരു സജ്ജനമായിട്ട് എനിക്കതേ പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവ്വ പേർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.